മക്കളെ നമുക്ക് സർക്കുലർ എന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വിച്ച് ഈസ് ഓൾവേസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? തന്നിരിക്കുന്നവയിൽ എല്ലായ്പ്പോഴും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമായിട്ടുള്ള ആള് ആരാണ്? ഇവിടെ 4 ആൾക്കാരെ തന്നിട്ടുണ്ട്. അതിനു മുമ്പ് എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്താണെന്ന് നമുക്കറിയണം. സൈക്കിൾ നമുക്കറിയാം, സൈക്കിളിന് ടയർ ഉണ്ടാവില്ലേ? സൈക്കിളിന് ടയർ ഉണ്ടാവുക. ഞാൻ ആ സൈക്കിളിന്റെ ടയർ അങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇയാൾ ആരാണ്? ഇയാളൊരു വൃത്താണ്, ആയിക്കോട്ടെ. സൈക്കിളിക്കായി, അപ്പൊ സൈക്കിളായി. ഒരു ക്വാഡ്രിലാറ്ററൽ കൂടി വേണം. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ള ചെങ്ങായിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. 4 വശങ്ങളുള്ള ചെങ്ങായി. അപ്പോ ഈ ചെങ്ങായിയാണ് ആര്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതായത് ഈ ക്വാഡ്രിലാറ്ററിന്റെ 4 മൂലകളിൽ കൂടിയും ഒരു വൃത്തം പോയിട്ടുണ്ടെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്നവയിൽ ആരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് നോക്കേണ്ടത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഇയാളും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അനുപൂരകമായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും. അതേപോലെ ഇയാളും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ ആവുമ്പോഴേ ഇയാളൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുള്ളൂ. ഫസ്റ്റ് നമുക്ക് പാരലോഗ്രത്തിന് എടുത്ത് നോക്കാം. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഇയാളൊരു പാരലോഗ്രമാണ് അല്ലെങ്കിൽ സാമാന്തരികമാണ്. ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമോ? കിട്ടൂല. ഇയാൾ 90 ഡിഗ്രിയേക്കാൾ കുറവല്ലേ? ഇയാളും 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. അപ്പൊ അയാളല്ല. രണ്ടാമത്തെ ഒരാളുണ്ട്, സ്ക്വയർ ഉണ്ട്. സ്ക്വയർ 4 വശങ്ങളും അല്ലെങ്കിൽ സമചതുരം 4 വശങ്ങളും 4 കോണുകളും തുല്യമായിട്ടുള്ള ചങ്ങായി. ഓരോ കോണും എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നുണ്ടല്ലേ? അപ്പൊ ഇയാളാണ് ആര്? ഇയാളാണ് എല്ലായ്പ്പോഴും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുന്ന ചങ്ങായി. സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയും. നമുക്ക് റോംബസ് കൂടി നോക്കണ്ടേ? ഇതാണ് റോംബസ്. എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ചങ്ങായി. എല്ലാ വശങ്ങളും തുല്യമായ മതിയോ? പോരാ. ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്താ? 180 ഡിഗ്രി ആവണം. കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണ്. പിന്നെ നമുക്കൊരു ട്രപ്പീസിയം ഉണ്ട്. ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകം എന്നൊക്കെ പറയും അല്ലേ? ഇതല്ലേ ലംബകം പറഞ്ഞ ആള്? ചാൻസ് ഉണ്ട്. ഈ ആംഗിളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് മക്കളെ. ഓൾവേസ് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഇവിടെ ഉണ്ട്. ഓൾവേസ്, എല്ലായ്പ്പോഴും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോന്ന്. മക്കളെ നോക്കടാ, ഇയാളും ഒരു ലംബകമല്ലേ? ഇയാളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടില്ലല്ലോ. ഇയാളെന്താ? 90 ഡിഗ്രിയാണ്. ഇത് 90ക്കാൾ കുറവാണ്. അപ്പൊ അയാളും അല്ല. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളെ ഓപ്ഷനിൽ സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സംശയമില്ലാതെ സ്ക്വയർ എഴുതിക്കൊണ്ടു. ഇനി സ്ക്വയർ ഇല്ല, റെക്റ്റാങ്കിളേ ഉള്ളെങ്കിൽ നിങ്ങൾ എഴുതിക്കൊണ്ടു റെക്റ്റാങ്കിൾ ആണെന്ന് എഴുതിക്കൊണ്ടു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ ദ ഫിഗർ എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ആയിക്കോട്ടെ, എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. വൺ ഓഫ് ദ ആംഗിൾസ് കോൺ എ സി ബി ആൻഡ് എ ഡി ബി ഈസ് ട്വൈസ് ദ അതർ. അപ്പൊ ഒരു കോൺ എ സി ബി ഉണ്ട്, അതേപോലെ കോൺ എ ഡി ബി ഉണ്ട്. ഒരാളുടെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ ഒരാളുടെ പകുതിയാണെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ കോൺ എ സി ബി എത്രയാണ്, അതിൽ കോൺ എ ഡി ബി എത്രയാണെന്നാണ് നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത്. എടാ നോക്കടാ, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാവും? ഇയാളൊരു ഡയമീറ്റർ ആണ്. ഡയമീറ്റർ വരുമ്പോൾ ഒരു സർക്കിളിൽ ഒരു ഡയമീറ്റർ വന്നാൽ ആ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ സർക്കിളിനെ തുല്യ 2 ഭാഗങ്ങളാക്കും. അങ്ങനെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾ എന്ന് പറയാറുണ്ട്. എടാ നോക്കടാ, ഈ കോൺ എന്ന് പറയുന്നത് സെമി സർക്കിളിലെ ഒരു കോണല്ലേ? സെമി സർക്കിളിലെ കോൺ മട്ടകോണായിരിക്കും, അല്ലെങ്കിൽ അയാള് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇയാള് 90 ഡിഗ്രിയാണ്. അപ്പോ എ സി ബി പറഞ്ഞിട്ടുള്ള ഒരു കോൺ നമുക്ക് കിട്ടി, അയാള് 90 ഡിഗ്രിയാണ്. എന്താ കാരണം? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണായിരിക്കും, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സെറ്റ് ആണോ? ഞാൻ അടുത്തൊരു കാര്യം, ഈ ഒരു കോണ് എന്ന് പറയുന്നത് ഒരാളുടെ പകുതിയാണ് മറ്റൊരാള്, അല്ലെങ്കിൽ ഒരാളുടെ ഇരട്ടിയാണ് മറ്റൊരാള്. ഓക്കെ, ഇയാള് എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണോ കുറവാണോ? ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. ഒരു പോയിന്റ് വൃത്തത്തിന് പുറത്താണെങ്കിൽ, പക്ഷെ ഇവിടെ നമ്മൾ ഡയമീറ്ററിന്റെ 2 മൂലകളുമായിട്ടും അയാളെ യോജിപ്പിച്ചുണ്ടായിരിക്കണം, അപ്പോഴേ പറ്റുള്ളൂ കേട്ടോ. ഒരു കോണ് സർക്കിളിന് പുറത്താണെങ്കിൽ അയാൾ 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഇനി സർക്കിളിന്റെ ഉള്ളിലാണെങ്കിലോ,
സർക്കിളിന്റെ ഉള്ളിലാണെങ്കിലോ ഇയാള് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ ഇയാള് എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ഒരു കോണിന്റെ പകുതിയായിരിക്കും അയാള്, അല്ലെങ്കിൽ ഒരാളുടെ ഇരട്ടിയായിരിക്കും മറ്റൊരാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇയാളെ പകുതിയാണ് ഇയാൾ എന്ന് പറയുന്നത്. സെറ്റാണോ? കൂടുതൽ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. ഇയാള് 90 ഡിഗ്രി ആയേക്കാൾ, അർദ്ധവൃത്തത്തിനുള്ളിലാണ് ആ കോണെങ്കിൽ അയാൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ വൃത്തത്തിന് പുറത്താണെങ്കിൽ അയാള് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. നമുക്ക് അടുത്തൊരു ചോദ്യം വരാം. ചിലപ്പോൾ ഇവിടെ സർക്കിൾ വരച്ചിട്ടുണ്ടാവില്ല. അടുത്തൊരു ചോദ്യത്തിൽ ചിലപ്പോൾ സർക്കിൾ വരച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, സർക്കിൾ വരച്ചിട്ടില്ലെങ്കിൽ എ ബി വ്യാസമായിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചാൽ, എ ബി വ്യാസമായിട്ട് അല്ലെങ്കിൽ എ ബി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചാൽ ഈ സി എന്ന പോയിന്റ് വൃത്തത്തിൽ എവിടെയായിരിക്കും? അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞ പോയിന്റ് സർക്കിളിൽ എവിടെയായിരിക്കും? ഇവിടെ ഞാൻ പി എന്ന് കൊടുത്തു. പി പറഞ്ഞുള്ള ഒരു പോയിന്റ് സർക്കിളിൽ എവിടെയായിരിക്കും എന്നുള്ള ഒരു ചോദ്യം വരും. 90 ഡിഗ്രി ആണെങ്കിൽ അയാൾ സർക്കിളിലായിരിക്കും അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലായിരിക്കും. 90 ഡിഗ്രിയേക്കാൾ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇയാൾ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അയാൾ സർക്കിളിന്റെ പുറത്തായിരിക്കും. 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ഇയാൾ സർക്കിളിനുള്ളിലായിരിക്കും. അത് 90 ഡിഗ്രിയേക്കാൾ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. 90 ഡിഗ്രി ആണെങ്കിൽ അയാൾ അർദ്ധവൃത്തത്തിലായിരിക്കും അല്ലെങ്കിൽ സർക്കിളിലായിരിക്കും എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ഒരു ആർക്ക് എടുത്തു, ഈ ഒരു ചാപ് എടുത്തു. ഈ ചാപം സെൻട്രൽ ഉണ്ടാക്കുന്ന കോണ് 180 ഡിഗ്രിയാണ്, സംശയങ്ങളൊന്നുമില്ല. സെൻട്രൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ദാ ഈ ഒരു ആർക്ക് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ, വൃത്തത്തിൽ കോൺ ഇയാളുടെ സെൻട്രൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും എന്ന് ഓർമ്മ വരണം. സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് കരുതിയിട്ട് എന്താ അവിടെ കോൺ ഇല്ലാതെയാവുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യം, ഈ ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അങ്ങനെയും ആലോചിച്ച് വെക്കാം. ഇയാളുടെ പകുതിയല്ലേ ഇയാള്, അങ്ങനെയും ആലോചിച്ച് വെക്കണം കേട്ടോ. ഇനിയിപ്പൊ അതുമല്ല, ഇയാളൊരു ഞാണുമാണ്, ഇയാളൊരു ഡയമീറ്ററുമാണ്, സംശയങ്ങളൊന്നുമില്ലല്ലോ. ഇയാള് സെൻട്രൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുമ്പോൾ ഇയാളല്ലേ, ഇയാളുടെ പകുതിയായിരിക്കും. ഈ ഒരു ഞാണ് സെൻട്രൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ഇയാള് ഇവിടെ ഉണ്ടാക്കുന്ന കോൺ. അങ്ങനെ ആലോചിക്കാം. സെറ്റാണോ? 3 രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും മക്കളെ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, 2 പിക്ചറാണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ തോന്നുമെങ്കിൽ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ ഒരു കോണ് എന്ന് പറയുന്നത്, അതായത് ഇ ഡി ജി അല്ലെങ്കിൽ ജി ഡി ഇ പറയുന്ന ഒരു കോണ് എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ കോൺ ഇ സി ജി എത്രയാണ്? കോൺ ഇ ബി ജി എത്രയാണ്? ഇ എ ജി എത്രയാണ്? ഈ ഒരു കോളുണ്ട്. ഈ കോളം എന്താ വരച്ചിട്ട് ഇതിന് തുല്യമായത് ഏതൊക്കെയാണെന്ന് പൂരിപ്പിക്കാനാണ്, അല്ലെങ്കിൽ വരച്ചു കൊടുക്കാനാണ് എന്നാണ് നമ്മളോട് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുള്ളത്. മക്കളെ, ഫസ്റ്റത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇ സി ജി എത്രയാണെന്നാണ്. ഇ സി ജി. അപ്പോൾ ഈ ഒരു കോളത്തിന്റെ ഉള്ളിലുള്ള ആ കാര്യങ്ങൾ മാത്രം നമ്മൾ വരച്ചു കൊടുത്താൽ മതി. പുതിയതായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കൊന്നും വേണ്ട. ഇ സി ജി പറഞ്ഞുള്ള കോൺ, ഇ സി ജി പറഞ്ഞുള്ള ഈ കോൺ എത്ര ഡിഗ്രി ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, നോക്കടാ. ഈ ഒരു ചതുർഭുജം ഡി ജി സി ഇ പറഞ്ഞുള്ള ഒരു ചതുർഭുജം വെറും ചതുർഭുജമാണോ? അല്ല, ഇയാളൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററലാകുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ എതിർ കോണുകൾ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 180 ഡിഗ്രി വരണം. ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അവിടെ മാത്രമല്ല, ഇവിടെയും ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? ആ കോൺ എന്ന് പറയുന്നത് 110 ഡിഗ്രി ആയിരിക്കും. പറഞ്ഞൂടെ, ഇ സി ജി പറഞ്ഞൊരു കോണ് 110 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്ക് പറഞ്ഞൂടെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇ ബി ജി പറഞ്ഞുള്ള ഒരു കോൺ എത്രയാണ്? ഇ ബി ജി പറഞ്ഞുള്ളത്, ഇ ബി ജി പറഞ്ഞുള്ള ഈ ഒരു സെൻട്രലിലെ കോൺ എത്ര ഡിഗ്രി ആണെന്നാണ് അടുത്ത ചോദ്യം. അതേപോലെ അടുത്ത ചോദ്യം ഉണ്ട് ഇ എ ജി പറഞ്ഞുള്ള അടുത്തൊരു ഈ കോൺ എത്ര ഡിഗ്രി ആണെന്ന് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. എഗെയിൻ നമ്മൾ പറയുന്നു, ഇതിന്റെ ഉള്ളിലുള്ളത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്താൽ മതി. പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കൊന്നും വേണ്ട. മക്കളെ, ഈ കോണും വേണം നമുക്ക്, അതേപോലെ ഈ കോണും വേണം. ഞാൻ സി പറഞ്ഞുള്ള ഈ ഒരു പോയിന്റ് നമ്മൾ പിടിച്ചു കഴിഞ്ഞു.
ഓക്കെ ആണോ? സി പറഞ്ഞുള്ള ഈ ഒരു പോയിന്റ് ഞാൻ പിടിച്ചു കഴിഞ്ഞു. ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഈ ലൈനിലോട്ട്, അതായത് ഈ EG പറഞ്ഞുള്ള ഒരു ലൈനിലോട്ട് കൊണ്ടുവരികയാണ്. അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇവിടെ എത്തുമ്പോൾ ഇതാ ഈ ഒരു സി പറഞ്ഞുള്ള പോയിന്റ് ഞാൻ പിടിച്ചിട്ട് ഇതിന്റെ കൂടെ ആരൊക്കെ വരും? ഈ ഒരു ലൈനും വരും, അതേപോലെ ഈ ഒരു ലൈനും വരും അല്ലെ? അപ്പൊ ഈ ഒരു പോയിന്റിന് ഇവിടെ വെക്കുമ്പോ ഇയാൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇയാള് 180 ഡിഗ്രി ആയിരിക്കും. ഇയാള് 180 സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ 180 ഡിഗ്രി ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല, അവിടെ സെന്റർ താളെയാണ്. അപ്പോ 180 ഡിഗ്രി അല്ല, ഇതിൽ വരുന്ന ഒരു കാര്യമല്ല. നമ്മൾ ചോദിച്ചത് 180 ഡിഗ്രി വരൂല. അഗൈൻ ഞാൻ സീനെ പിടിച്ചു 110 ഇങ്ങോട്ട് ഇങ്ങനെ എന്താ വരുന്നത്? ഇങ്ങോട്ട് എത്തുമ്പോ എന്താ കൂടിയിട്ടാണ് വരുന്നത്. അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 110 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. ഇതിൽ 110 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ടുള്ളത് ആരാണ്? 180 എന്തായാലും വരൂല. സ്ട്രെയിറ്റ് ലൈൻ ആവുമ്പോഴേ 180 വരുള്ളൂ. 110നേക്കാൾ കൂടിയ ചെങ്ങായി എന്ന് പറയുന്നത് ഇയാളായിരിക്കും. അതായത് ഈ ഒരു ബി പറഞ്ഞിട്ടുള്ള ഈ രണ്ടാമത്തെ ആള് EBG പറഞ്ഞിട്ട് ആള് 120 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? അങ്ങനെ ആലോചിക്കാം. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോ ഈ 180 ഡിഗ്രിയോട് അടുക്കുന്നു. അങ്ങോട്ട് പോകുമ്പോ ഇവിടെ എത്തുമ്പോ 110 ഡിഗ്രി ആയി. അങ്ങോട്ട് പോകുമ്പോ എന്താ കുറഞ്ഞു വരും. കുറഞ്ഞിട്ടുള്ള ആള് ഇത് 60 ഡിഗ്രി അല്ലേ? എഗൈൻ ഞാൻ പറയുന്നു, ഇതിലുള്ള ആളെ മാത്രം നമ്മൾ എഴുതിയാൽ മതി. പുതിയതായിട്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കണ്ട. സെറ്റാണോ? ഇതെങ്ങനെ വന്നത് ഒന്നും കൂടെ പറഞ്ഞു തരാം. ഓക്കെ, ഈ ഒരു 70 ഡിഗ്രി പറഞ്ഞുള്ള ഒരാളെ ഞാൻ പിടിച്ചു. ഇയാൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. ഇതാ ഇവിടെ എത്തി. കൂടെ ആര് വരുന്നുണ്ട്? ഈ ലെങ്ത്തും അതേപോലെ ഈ ലെങ്ത്തും എന്റെ കൂടെ വരുന്നുണ്ട്. ഇയാളെ ഞാൻ പിടിച്ച് ഇങ്ങനെ വരുമ്പോ എന്താ ഇവിടെ എത്തുമ്പോ എന്താ ഉണ്ടായത്? 180 ഡിഗ്രി ആയി. അതിനർത്ഥം എന്താ? ഇതിനോട് അടുക്കുമ്പോ 180, അതായത് 70-ൽ നിന്നും ഡിഗ്രി കൂടി വരികയാണ്. അതേപോലെ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോ എന്താ കുറഞ്ഞു വരിക. വൃത്തത്തിന് പുറത്താവുമ്പോഴും 70നേക്കാൾ കുറഞ്ഞു വരും. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. സീനേക്കാൾ 110 ആണ് സി എന്ന് പറഞ്ഞ് ഇയാളെ ഞാൻ പിടിക്കുമ്പോ ഇങ്ങോട്ട് ഈ ഒരു ലൈനിന്റെ അടുത്തോട്ട് വരുമ്പോ എന്താ 110 ഡിഗ്രി കൂടി വരും. ഇവിടെ എത്തുമ്പോ 180 ഡിഗ്രി ആവും. നിലവിൽ 110നേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് 120 ആണ്. 180 സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ മാത്രമേ ഇവിടെ 180 വരുള്ളൂ. ഇനി വൃത്തത്തിന് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോ 110നേക്കാൾ കുറവായിരിക്കും. 110നേക്കാൾ കുറവുള്ള ഒരു ചെങ്ങായി മാത്രമേ ഉള്ളൂ, ഇയാളാണ്. അപ്പോൾ നമ്മളെ കോണുകൾ ഓരോന്നും കിട്ടിയെന്ന് വിചാരിക്കുന്നു. കോൺ എ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? നമുക്ക് ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് കോൺ AOB പറഞ്ഞൊരു ആംഗിൾ തന്നിട്ടുണ്ട്, 80 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺ ACB, കോൺ ADB, കോൺ ADP, അതേപോലെ കോൺ CQD പ്ലസ് കോൺ P എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ ഒരാളെ നോക്കാം. കോൺ ACB, കോൺ ACB, കോൺ ACB പറഞ്ഞൊരു ആംഗിൾ. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആർക്ക് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ചാപം നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലെ? ഈ ഒരു കോൺ ഉൾപ്പെടുന്ന ചാപം ഏതാ? ഈ ചാപമാണ്, അല്ലെങ്കിൽ ഈ ഒരു ആർക്കാണ്. ഈ ഒരു ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ കോൺ ഇയാളാണ്. ഇയാളുടെ പകുതിയായിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അതായത് ഇയാളും എന്താണ്? ഇയാൾ 40 ഡിഗ്രി ആയിരിക്കും. പകുതിയല്ലേ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ആലോചിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അപ്പോ ഇയാളും 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളും 40 ഡിഗ്രി ആയിരിക്കൂലേ? അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയൂലെങ്കിൽ ഈ കോൺ ഉൾപ്പെടുന്ന രീതിയിൽ നമ്മളൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാതാ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലെ? ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാൾ ആരാണ്? ഇയാൾ എന്താ? കോഡ് അല്ലെങ്കിൽ ഞാനാണ് അല്ലെ? ഈ ഒരു ഞാൻ സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. സെറ്റാണോ? അതേപോലെ ഇയാള് 40 ഡിഗ്രി ആണെങ്കിൽ ഇയാളും 40 ഡിഗ്രി ആയിരിക്കൂലേ? പറഞ്ഞൂടെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താ എല്ലാവരും, ഇപ്പൊ ഞാൻ പുതിയതായിട്ട് ഇവിടെ ഒരാൾ വരച്ചാലും അയാളും 40 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? അപ്പൊ ഇയാൾ 40 ഡിഗ്രി ആണെന്ന് കിട്ടി. അതേപോലെ അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, ADB അയാളും 40 ഡിഗ്രി അല്ലേ? സെറ്റല്ലേ? 3 രീതിയിലും നമുക്ക് വേണമെങ്കിൽ ആലോചിച്ച് വെക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ 3 പഠിച്ചു വെച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇപ്പൊ ഈ ചിത്രങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് തിരിച്ചങ്ങോട്ട് വെക്കാം. ഓക്കെ ആണോ?
സെറ്റ്. നമുക്ക് അടുത്തൊരു കാര്യം കൊണ്ട് കോൺ എ ഡി പി പറഞ്ഞുള്ളൊരു കോൺ എ ഡി പി പറഞ്ഞുള്ള ഈ ഒരു കോൺ എത്ര ഡിഗ്രി ആണെന്നാണ് അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞത്. എടാ ഇയാൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ എപ്പോഴും എന്താ 180 ഡിഗ്രി ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ എന്താ 180 ഡിഗ്രി ആയി. അപ്പോൾ ഇയാള് മൊത്തം 180 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ 180 ഡിഗ്രിയാണ്. ഇയാളെ നമുക്ക് കിട്ടി ഇയാൾ 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇയാൾ എത്രയായിരിക്കും? 140 ഡിഗ്രി ആയിരിക്കും. അതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോൺ എ ഡി പി. സെറ്റാണോ? കോൺ എ ഡി പി 180 നിന്നും നമ്മൾ 40 കുറയ്ക്കുന്നു, നമ്മൾ 140 എന്ന് കിട്ടുന്നു, 140 ഡിഗ്രി എന്ന് കിട്ടുന്നു കോൺ എ ഡി പി. ഓക്കെ, അയാളെ കിട്ടി. നമുക്ക് അടുത്തൊരു ചോദ്യം ഉണ്ട്, കോൺ സി ക്യു ഡി. ഈ കോണും അതേപോലെ ഈ കോണും കോൺ പിയും കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി ആണെന്നൊരു ചോദ്യം വരും. കൂട്ടുമ്പോൾ രണ്ടാൾ ഓരോരുത്തരും നമ്മൾ കാണേണ്ട ആവശ്യമില്ല, രണ്ടാളും കൂട്ടുമ്പോൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ ഇയാള് മൊത്തം 180 ഡിഗ്രിയാണ് അല്ലേ? ഇയാള് മൊത്തം 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇയാള് മൊത്തം 180 ഡിഗ്രി അല്ലേ? അതിൽ ഈ കോൺ എന്ന് പറയുന്നത് 140 ഡിഗ്രിയാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ കോണും എത്രയായിരിക്കും? ഈ കോണും 140 ഡിഗ്രി ആയിരിക്കും. കാരണം ഇവിടെ 40 പോയി, ഇവിടെ മൊത്തം 180 ആയിരുന്നു, ഇവിടെ 40 പോയി, പിന്നെ ഇവിടെ എത്രയാ 140 ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു കോഡിലാറ്ററൽ കണ്ടോ മക്കളെ? ഇതേപോലെ ഒരു കോഡിലാറ്ററൽ ഇവിടെ ഒരു കോഡിലാറ്ററൽ പി സി ക്യു ഡി പറഞ്ഞുള്ള ഒരു കോഡിലാറ്ററലിന്റെ എല്ലാ കോണുകളും കൂട്ടുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 360 ഡിഗ്രി കിട്ടും. കോഡിലാറ്ററലിന്റെ ഈ 4 കോണുകളും കൂട്ടുമ്പോൾ 360 ഡിഗ്രി കിട്ടും. നിലവിൽ നമുക്ക് ഈ 2 കോണുകളും നിലവിൽ കിട്ടിയിട്ടുണ്ട്, 140. അപ്പൊ മൊത്തത്തിൽ നിന്ന് ഈ 2 കോണുകളുടെ തുകയും കുറച്ചാൽ നമുക്ക് ഈ 2 കോണുകളുടെ തുകയും കിട്ടില്ലേ? കിട്ടും. എവിടുന്നാ കുറയ്ക്കേണ്ടത്? 360 നിന്നും കുറയ്ക്കണം ഈ 2 കോണുകളുടെ തുക. ഇയാൾ കോഡിലാറ്ററലാണെന്ന് പറഞ്ഞിട്ട്, കോഡിലാറ്ററിന്റെ 4 കോണുകളും കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് നമുക്കറിയാം. ആയിക്കോട്ടെ, ഈ 2 കോണുകളുടെ തുകയും കുറയ്ക്കണം. 140 പ്ലസ് 140 എന്ന് പറയുന്നത് 280 ആണ്. 280 ഡിഗ്രിയാണ്. കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 360 നിന്നും നമ്മൾ 280 ആണ് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത്. 0 കുറച്ചാൽ 0. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് എടുക്കും, ഇയാളെ നമുക്ക് 16 എന്ന് കിട്ടും, ഇയാളെ 80 എന്ന് കിട്ടും. 360 നിന്നും 280 കുറച്ചാൽ 80 ആണ്. സെറ്റാണോ? 80 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു കോണും കൂട്ടിയാൽ എത്ര ഡിഗ്രിയാ? 80 ഡിഗ്രിയാണ്. സെറ്റാണോ മക്കളെ?